നമുക്കൊരു അടിപൊളി തായ്ലൻഡ് സ്പെഷ്യൽ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് സ്റ്റിക്കി റൈസാണ്. ഇത് സ്പെഷ്യൽ റൈസാണ് കേട്ടോ. ഇത് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വേണം. ഇത് നല്ലപോലെ കഴുകണം. അതായത് അതിൻ്റെ ആ ഒരു പശപ്പെല്ലാം പോകുന്നിടം വരെ നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം ആ പാത്രത്തിൻ്റെ തന്നെ ഒരു ഇരട്ടി വെള്ളം നമ്മൾ വെക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ വെച്ച് നല്ലപോലെ ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ, കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ്, ഇത്രയിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട് കേട്ടോ. നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റിക്കി റൈസ് 10 മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഈ സോസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 40 മിനിറ്റ് ഇത് തുറക്കാതെ നല്ലപോലെ മൂടി വെച്ച് വെക്കുക. ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് നേരം വെക്കണം. ഇതേ സമയം നമുക്ക് വേറൊരു സോസ് ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് എടുക്കുക, പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറും എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നല്ലപോലെ ഒരു സോസ് ആക്കി എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നല്ല പഴുത്ത മാംഗോ എടുത്തതിന് ശേഷം ഇനിയാണ് നമ്മളുടെ മെയിൻ ഇത് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ സ്റ്റിക്കി റൈസ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ച് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം.